നല്ല കിടിലം ബോളറൊന്നും അല്ല ആസിഫ്. തീർച്ചയായിട്ടും സഞ്ജു ചെന്നൈയുടെ ഭാവി ക്യാപ്റ്റനായിരിക്കും. ലോട്ടറി അടിച്ചെന്ന് പറയാം കേട്ടോ. ഇത്രയും കാലം കഴിഞ്ഞു, എന്നാലും ഒരു വെടിക്കുള്ള മരുന്ന് ഇപ്പോഴും കയ്യിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആരാധകർ കാത്തിരുന്ന ലേലമൊക്കെ കഴിഞ്ഞു. IPL ടീമുകൾ പലതും അടിമുടി മാറി. ചിലതൊക്കെ കാര്യമായ മാറ്റമില്ലാതെ തുടരുന്നു. പ്രതീക്ഷിച്ച മലയാളി താരങ്ങളിൽ പലർക്കും ആവശ്യക്കാരില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ചില താരങ്ങൾ കോടികൾ വാരി. വെൽക്കം ടു സ്പോർട്സ് സോൺ. അശ്വിനെ, നമ്മുടെ IPL മിനി താരലേലം ഇന്നലെ കഴിഞ്ഞു. ഇനിയിപ്പോ മാർച്ചിലൊക്കെ ആകുമ്പോൾ ലോകകപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ IPL വരെയാണ്. അപ്പൊ നമ്മൾ മലയാളി പ്രതീക്ഷ ഒരുപാടുണ്ടായിരുന്നു ഈ ലേലത്തില്. 13 താരങ്ങളുണ്ടായിരുന്നു. വിഘ്നേഷ് പുത്തൂരിനെ മാത്രമേ എടുത്തുള്ളൂ. വിഘ്നേഷ് പുത്തൂരിനെ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ സഞ്ജുവിനെ ട്രേഡ് ചെയ്ത് ചെന്നൈ എടുത്തു. അപ്പോൾ ഇനി പഞ്ചാബ് കിങ്സ് വിഷ്ണുവിനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ KM ആസിഫിനെ ടീം എടുക്കും എന്ന് വെച്ചാൽ മുഷ്താഖ് അലിയിലൊക്കെ ഒരു മികച്ച പ്രകടനം എന്താണ് അശ്വിന് തോന്നുന്നത്? ഈ KM ആസിഫിനെ ഒരു ടീമും സ്വീകരിക്കാത്ത നല്ലൊരു പേസറായിട്ട് എനിക്ക് തോന്നിയത്. ആസിഫിന്റെ കാര്യത്തിൽ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഫ് അവസാനമായിട്ട് കളിച്ചത് 2021 IPL-ലാണ്. 4 മത്സരം കളിച്ചിട്ട് ആകെ 3 വിക്കറ്റ് ആസിഫിന് വീഴ്ത്താൻ പറ്റിയിട്ടുള്ളൂ. അത് മാത്രമല്ല, ആസിഫിനെ എറിയിപ്പിക്കുന്നത് ആകെ ഈ ഓപ്പണിംഗ് സ്പെല്ലൊന്നുമല്ല, ഒരു മിഡിൽ ഓവേഴ്സിലേക്കാണ് ആസിഫിനെ കൊണ്ടുവരുന്നത്. അപ്പം അതിൽ മാത്രം ആസിഫിന് കയ്യിലുള്ളത് ആകെ സ്റ്റോക്ക് ബോളായിട്ട് ബൗൺസർ മാത്രമേ ഉള്ളൂ. വേറെ ഡെത്ത് ഓവേഴ്സൊന്നും അത്ര നല്ല കിടിലം ബോളറൊന്നും അല്ല ആസിഫ്. അപ്പോൾ ഈ ഡെത്ത് ഓവേഴ്സിലും രണ്ടും കൂടി നോക്കി ഒരു പെർഫെക്റ്റ് ബോളറിനെയാണ് എല്ലാ ടീമുകളും നോക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര ഓപ്ഷൻസ് വെക്കുമ്പോൾ ആസിഫിലേക്ക് മാത്രം ഒരു സയ്യിദ് മുസ്താഖ് അലിയുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഒരാളെ എടുക്കുന്നതിൽ എന്തോരം പരിമിതികളുണ്ട്. ടീമുകളുടെ സ്ട്രാറ്റജി അനുസരിച്ച് ആസിഫ് ചേരത്തില്ല എന്ന് അവർക്ക് തോന്നി കാണും. ആസിഫിന് കൂടുതൽ വേരിയേഷൻ വേണം. ഒരു ബൗൺസറും ഒരു സ്ലോവറും മാത്രം വെച്ചുകൊണ്ടൊന്നും ഒരു ബോളറിനൊന്നും പിടിച്ചേക്കാൻ പറ്റില്ല. യോർക്കർ കൂടുതൽ എറിയാൻ പറ്റണം. യോർക്കർ ഡോട്ട് ബോൾ തന്നെ. അങ്ങനത്തെ ഒരു പ്ലെയർ ബിൽഡ് ചെയ്തെടുത്താൽ മാത്രമേ ആസിഫിനൊക്കെ പ്രതീക്ഷയുള്ളൂ. പക്ഷെ വിഘ്നേഷ് പുത്തൂര് ഒരു ആശ്വാസമായി. വിഘ്നേഷ് പുത്തൂര് അതുപോലെ ലെഫ്റ്റ് ആം ചൈനാമൻ ബോളറല്ലേ. അപ്പൊ അതുപോലത്തെ ഒരു റയർ മുംബൈക്ക് വേണ്ടി മോശമല്ലാത്തൊരു പ്രകടനം പുത്തൂര് കാഴ്ചവെക്കുകയും ചെയ്തു. നമുക്ക് 13 താരങ്ങള്, ആരോൺ ജോർജും സന്ദീപ് വാര്യർ തമിഴ്നാട്ടിലാണ് കളിക്കണമെങ്കിലും മലയാളി ആണ്. അപ്പൊ അങ്ങനെ 13 താരങ്ങളാണ്. പക്ഷെ അതിൽ ഒരാളെ മാത്രമേ. അപ്പൊ നമുക്ക് മലയാളി ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഒരു നിരാശപ്പെടുത്തുന്ന ലേലമായിരുന്നു. അതെ, തീർച്ചയായും. സഞ്ജു ചെന്നൈക്ക് വേണ്ടി ഓപ്പൺ ചെയ്യണത് സഞ്ജുവും എതിരായിരിക്കുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെ സഞ്ജു ഓപ്പണിംഗ് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ൊപ്പം ആയുഷ് മാത്രമായിരിക്കും ഓപ്പണിംഗ് ഇറങ്ങുക. 3-ാം നമ്പർ ആയിരിക്കും സഞ്ജു ഇറങ്ങുന്നത്. കാരണം ഋതുരാജ് 3-ാം നമ്പർ കളിച്ചപ്പോ പരാജയമായിരുന്നു. വലിയ ഓപ്പണിംഗിൽ മികച്ച പ്രകടനം ഋതുരാജ് കാഴ്ചവെച്ചു. അപ്പൊ ഋതുരാജും ആയുഷ് മാത്രമേ തന്നെയായിരിക്കും ഓപ്പണിംഗ്. സഞ്ജുവിനെ ഫസ്റ്റ് ഡൗണോ പൊസിഷനിൽ കളിക്കാൻ പുള്ളി പ്രാപ്തനാണെന്നൊക്കെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ പുള്ളി തെളിയിച്ചതുമാണ്. ഈ ലേലത്തിലെ പഴസിൽ ഏറ്റവും കൂടുതൽ കാശുമായിട്ട് വന്ന് കൊൽക്കത്ത തന്നെയാണ് ഏറ്റവും മികച്ച താരങ്ങളെ ടീമിൽ എത്തിച്ചതെന്ന് തോന്നുന്നല്ലേ. കൊൽക്കത്ത ക്യാമറോൺ ഗ്രീനെയും മുസ്തഫിസൂർ അങ്ങനെ ഒരുപാട് വിദേശ പതിരാന അങ്ങനെ വിദേശ താരങ്ങളെയാണ് കൂടുതൽ വിളിച്ചെടുത്തേക്കുന്നത്. പിന്നെ കൊൽക്കത്തയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോളിംഗ് സെറ്റപ്പാണ് കൂടുതൽ. മൊത്തം ബോളേഴ്സ് വൈഭവ് അരോര, ഉമ്രാൻ മാലിക്, ഹർഷിത് റാണ, ഇങ്ങനെ ഒരുപാട് ബോളേഴ്സ് ഉണ്ട്. ഇവരെല്ലാരെയും കൂടി എവിടെ കൊണ്ട് ഇറക്കും എന്നുള്ള ഒരു ഇതാണ് നോക്കുന്നത്. അതുപോലെ ബാറ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ എടുത്തു പറയത്തക്ക ഹിറ്ററൊന്നുമില്ല. ആൻഡ്രൂ റസൽ വിരമിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ആൻഡ്രൂ റസലിനെ വെച്ചാൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവർ ഉദ്ദേശം അതാണ്. ഗ്രീന് ആന്ധ്ര റസലിന് പകരം നല്ല ഹിറ്ററാണ്. പക്ഷെ റസൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഒന്നും ഗ്രീനിനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇനി അത് സാധ്യത ഇല്ലാതില്ല. അത്ര വലിയ റെക്കോർഡൊന്നും ഒരു 10-700 റണ്ണും ഒരു 16 വിക്കറ്റും എന്തോ ഇതുവരെ ഗ്രീനിന്റെ ഭാഗത്തുന്നുണ്ട്. പക്ഷെ ഗ്രീൻ ഒരു വലിയ ഹിറ്ററാണ്. അതിൽ സംശയമൊന്നുമില്ല. ഏത് ബോളറെ അടിച്ച് തകർക്കാൻ പറ്റിയ ഹിറ്ററാണ്. അവർ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. റസലിന് പകരം ഗ്രീൻ ഈ തവണ കാണാം എങ്ങനെയാ. പക്ഷെ നല്ല മത്സരമാണ് ഗ്രീനിന് വേണ്ടി. തുടക്കത്തിൽ റോയൽസ് ഉണ്ടായിരുന്നല്ലോ, 13 കോടി വരെ റോയൽസ് മുട്ടി. അത് കഴിഞ്ഞിട്ടാണ്. പക്ഷെ ആ സമയത്ത് ചെന്നൈ ഏകദേശം പിന്നെയാണ് ഇതിലേക്ക്. അപ്പോൾ അതങ്ങ് 25 കോടി എത്തിയപ്പോൾ ചെന്നൈയും വിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നേരത്തെ തന്നെ ഗ്രീനിനെ കൊൽക്കത്ത റാഞ്ചു എന്ന് തന്നെയാണ് അതുപോലെ. പക്ഷെ അവർക്ക് ഒരു ഓൾറൗണ്ടർ കൂടി വേണമെന്നുണ്ടായിരുന്നു.
വെങ്കടേഷ് അയ്യർ. പക്ഷെ വെങ്കടേഷ് അയ്യർ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് വിട്ടുകൊടുത്തില്ല. ഇവർക്ക് ആർ ടീം യൂസ് ചെയ്യാൻ പറ്റൂലായിരുന്നു. ആ റിലീസ് ചെയ്ത താരത്തിന് ആ നേരത്തിൽ ബിഡ് ചെയ്യണ ഏറ്റവും വലിയ തുകയ്ക്ക് തുല്യമായ തുകയ്ക്ക് ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ ആ ടീം യൂസ് ചെയ്യാൻ മിനി ലേലത്തിൽ പറ്റാത്തതുകൊണ്ട് അതായത് വെങ്കടേഷ് അയ്യരെ അവർ റാഞ്ചാൻ നോക്കിയതാണ്. പക്ഷെ അത് കൊണ്ടുപോയി, ബാംഗ്ലൂർ കൊണ്ടുപോയി. വെങ്കടേഷ് അയ്യരായിരിക്കും അപ്പൊ ഈ ബാംഗ്ലൂരിന് ഇനി 3-ാം നമ്പർ കളിക്കുക. അദ്ദേഹം പഠിക്കലിനെ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പഠിക്കലിനെ മാറ്റി ബെഞ്ചിൽ ഇരിക്കുമെന്ന് തോന്നുന്നു പഠിക്കല്. കാരണം ഈ വെങ്കടേഷ് അയ്യർ ഇത്ര ഒരു പവർ പ്ലേയില് മാത്രം കളിക്കാരനായിട്ട് തോന്നുന്നു. നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന ഒരു പ്ലെയറാണ്. അതായത് പവർ പ്ലേയിൽ കുറച്ച് ബൗണ്ടറി അടിക്കും. പിന്നെ ഫീൽഡിന് മറികടക്കുന്ന രീതിയിൽ ഹിറ്റ് ചെയ്യാൻ പുള്ളിക്ക് സാധിക്കുന്നില്ല. പല മാച്ചുകളിലും ബാംഗ്ലൂരിന്റെ പല മാച്ചുകളും നോക്കിയപ്പോൾ പവർ പ്ലേയിൽ പുള്ളി കുറെ ബൗണ്ടറി അടിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ഈ ഫീൽഡിംഗ് റെസ്ട്രിക്ഷൻ മാറുമ്പോൾ പുള്ളി ആരെങ്കിലും കൈക്കടിച്ചു കൊടുക്കുക അങ്ങനെ പോകും. അങ്ങനെ അതുകൊണ്ട് അതിന്റെ ഒരു സ്ഥിരം പദ്ധതിയുടെ ഭാഗം ആവുമെന്ന് എനിക്ക് അറിയത്തില്ല പഠിക്കൽ. എന്നാലും ഒഴിവാക്കാൻ പറ്റത്തില്ല അങ്ങനെ പൂർണ്ണമായിട്ട് പഠിക്കലിനെ. കൊൽക്കത്തയുടെ കാര്യം പറഞ്ഞാൽ ഗ്രീനിനെ അവർ റസലിനെ പകരക്കാരെ എന്ന നിലയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യരെ റാഞ്ചാൻ നോക്കി. അടുത്തിന് ഏറ്റവും മികച്ച ഒരു പേസർ എന്ന് വെച്ചാൽ ഡെത്ത് ഓവറിലൊക്കെ നമ്മുടെ മലിംഗയുടെ പിൻഗാമി എന്നൊക്കെ വിളിക്കപ്പെടുന്ന കിട്ടിയ പതിരാനെ 18 കോടിക്ക് അവരവരെ മണി മണി നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച മുസ്താഫിസിറിനെ അവരെ പേസ് അറ്റാക്കിങ്ങിന് മുസ്താഫിസിറിന് എപ്പോഴും ബ്രേക്ക് ത്രൂ തുടക്കത്തിലൊക്കെ ബ്രേക്ക് ത്രൂ എടുക്കാൻ മുസ്താഫിസിറും എടുക്കാനാണ്. പക്ഷെ മുസ്താഫിസിർ ഡെത്ത് ഓവറിൽ ഇത്തിരി തല്ലുള്ളൂ. പവർ പ്ലേയിൽ പുള്ളി ഒരു ബ്രേക്ക് കൊടുക്കും. അപ്പം നല്ലൊരു മുസ്താഫിസിർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പേസറേയും ഇടങ്കയും പേസറേയും അവർ കൊണ്ടുവന്ന് അവരവരെ പണി നല്ല രീതിയിൽ അവരെ ആ പണം നല്ല രീതിയിൽ വിനിയോഗിച്ചു. പിന്നെ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ നോക്കുന്നത് സഞ്ജു ഉള്ളതുകൊണ്ട് തന്നെ ചെന്നൈയാണ്. ചെന്നൈ വളരെ ഉണ്ട് സർപ്രൈസ്. പ്രായം 44 തളരാതെ മഹിയും പിള്ളേരുണ്ട്. ഒരുപാട് ഫാൻ സഞ്ജുവിന്റെ ഫാൻ മൊത്തം ചെന്നൈ ഫാൻസായി അവര് മാറിക്കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു പ്രാദേശികമായ ഒരു സ്നേഹം മലയാളികൾക്ക് ചെന്നൈ ടീമിന്റെ കൂടെ ഉണ്ട്. നമ്മുടെ അടുത്തുള്ള നമ്മുടെ അയൽ ടീം എന്ന നിലയിൽ. അതിനൊപ്പം തന്നെ സഞ്ജു കൂടുതൽ ആരാധകർ കൂടും. അവർക്ക് ചെന്നൈക്ക് ഏറ്റവും കൂടുതൽ 42 കോടി എന്തോ വിനിയോഗിക്കാമായിരുന്നു. അവർക്ക് അത്ര നല്ല പൈസ ഉണ്ടായിരുന്നു. പക്ഷെ അവർ 28 കോടിയും പ്രശാന്ത് കിരണിനും കാർത്തിക് ശർമ്മയ്ക്കും. പക്ഷെ ഈ കളിക്കാരെ കുറിച്ച് ലോ പ്രൊഫൈലാണ്. അൺക്യാപ്ഡ് പ്ലേയേഴ്സിന് ഇത്ര അത് ചെറുതാണ്. പക്ഷെ ഞാൻ ഈ കളിക്കാരെ കുറിച്ച് അധികം കേട്ടിട്ടില്ലേ. പക്ഷെ ഈ IPL എടുത്തതിന് ശേഷം ഞാൻ സെർച്ച് ചെയ്തപ്പോഴും അത്രയും കാര്യമായിട്ടൊന്നും ആഭ്യന്തര ക്രിക്കറ്റിലൊന്നും ഭയങ്കര പ്രകടനമൊന്നും ഇല്ല, കാഴ്ചവെച്ചിട്ടില്ല. പക്ഷെ അവർക്ക് 19-20 വയസ്സുള്ള പയ്യന്മാരാണ്. പ്രശാന്ത് യുപിക്കാരനാണ്. പയ്യൻ രാജസ്ഥാൻ ആ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് കാർത്തിക് ശർമ്മ. പ്രശാന്ത് പക്ഷേ ലെഫ്റ്റ് ആം സ്പിന്നറും ബാറ്ററും ആണ് തോന്നുന്നു. രവീന്ദ്ര ജഡേജയ്ക്ക് പകരക്കാരൻ എന്നുള്ളൊരു ചെന്നൈ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ടീം ബിൽഡ് ചെയ്യാനാണ് അവരെ ശ്രമം. ഇനിയിപ്പോ ധോണിയൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് ഫ്യൂച്ചറിലേക്കുള്ള ടീം ബിൽഡ് ചെയ്യുക. ബ്രവിസ് അവർ ഫ്യൂച്ചർ ടീമാണ്, അവർ ഫ്യൂച്ചർ ചാമ്പ്യൻ ടീമാണ് ഉറപ്പാണ്. പക്ഷെ ഈ കളിക്കാർ ക്ലിക്ക് ആവണം. ചെന്നൈ പല കളിക്കാരിങ്ങനെ പരീക്ഷിക്കുകയും പെട്ടെന്ന് ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ടീമുകളാണ്. 1-2 മാച്ചുകളൊക്കെ മാത്രം ചെന്നൈക്ക് വേണ്ടി കളിച്ച ടീമുണ്ട്. പക്ഷെ അത് ഇവർ ഈ പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും എങ്ങനെയാണ് അവരുടെ ഒരു ആദ്യത്തെ ഒരു സീസണിലെ പ്രകടനം എന്നുള്ള ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ. ലോട്ടറി അടിച്ചെന്ന് പറയാം കേട്ടോ. ഇത്രയും അടിസ്ഥാന വിലയും 14,20,00,000 2 പേർക്കും അവർക്ക് 42 കോടി ചെലവാടാന്നുള്ളതിൽ 28 കോടിയും ഈ അപ്പം അതങ്ങനെ വെറുതെ ആവില്ല എന്ന് കരുതുന്നു. കാരണം ഇവര് അവരെ കൃത്യമായിട്ട് സ്കൗട്ട് ചെയ്ത് നിരീക്ഷിച്ച് ഇവര് കളി കണ്ടിട്ടൊക്കെ ആയിരിക്കും എടുത്തിരിക്കുന്നത്. ധോണിയൊക്കെ ആള് ഉറപ്പായിട്ട് ഒന്നുമില്ലാതെ എടുക്കത്തില്ല, ഇത്രയും കോടി കൊടുക്കത്തില്ല. അവർക്ക് ആ കാശ് വേറെ കളിക്കാർക്ക്, പരിചയസമ്പന്നരായ കളിക്കാർക്ക് വേണ്ടി വിനിയോഗിക്കാമായിരുന്നല്ലോ. അത് ഇവര് അൺക്യാപ്ഡ് പ്ലേസിന് ഇൻവെസ്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ ചെന്നൈയുടെ പേസ് നിലയിൽ ഹലീലൊക്കെ അല്ലേ ഉള്ളത്. ഖലീൽ അഹമ്മദ് ഉണ്ട്, മാറ്റ് ഹെൻറി ഉണ്ട്. മാറ്റ് ഹെൻറിയാണ് പുതുതായിട്ട്. മാറ്റ് ഹെൻറി, നഥാൻ എല്ലിസ്, ഇവരെല്ലാരും ഉണ്ട്. അത്ര ഒരു 2020 പറ്റിയ ഒരു ശക്തമായ പേസ് നിരയായിട്ട് തോന്നുന്നില്ല. പേസ് നിര കുഴപ്പമില്ല എന്ന് പറയാം. കാരണം ഖലീൽ അഹമ്മദും അൻഷുൽ കാംബോജും ആയിരിക്കും ഇവരുടെ ഓപ്പണിംഗ് സ്പെല്ല് വെക്കുക. പവർ പ്ലേയില് ന്യൂ ബോൾ എറിയാൻ കഴിയാൻ രണ്ട് പ്ലേയേഴ്സും പവർ പ്ലേയില് ന്യൂ ബോൾ എറിയാൻ പറ്റിയ പ്ലേയേഴ്സാണ്.
ഇവരെ എങ്ങനെ ക്യാപ്റ്റൻ യൂസ് ചെയ്യുന്നതാണ് നോക്കേണ്ടത്. അതായത് ഇപ്പൊ ധോണിയുടെ കീഴിൽ ഏതൊരു ബോളർ വന്നാലും പുള്ളി അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു പ്ലെയറാണ്. അപ്പൊ അത് ഗായിക്വാഡിനും അതിന്റെ ഒരു ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെന്നൈക്ക് കൂടുതൽ യൂസ് ആവും. ഖലീൽ അഹമ്മദ് റൺസ് വഴങ്ങും. അത് എങ്ങനെ, അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെ അത് യൂസ് ചെയ്യും എന്നുള്ളതാണ് ക്യാപ്റ്റൻ. അവരെങ്ങനെ ഏത് ഓവറിലൊക്കെ എറിയിച്ച് അത് വിക്കറ്റ് എടുക്കാൻ ഒരു ടീമിന് ഇതാക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അത് മാത്രമല്ല, മാൻ ഹെൻറിയും ഇതുപോലെ നല്ല ബോളറാണ്. മാൻ ഹെൻറിനെ എവിടെ ഇറക്കും, ഏത് ബോളറാണ്, 10 ഓവറിന് പവർ പ്ലേ ശേഷമായിരിക്കോ അതോ അതിന് മുമ്പായിരിക്കോ കൊണ്ടുവരാന്നുള്ളത് കണ്ടറിയണം. ഇതിന്റെ ഒരു കാര്യം, ചെന്നൈക്ക് ഇത്രയും കളിക്കാരൊക്കെ എടുത്തെങ്കിലും അവർ മിഡിൽ ഓവറിലൊരു ശക്തിക്കുറവ് തോന്നുന്നുണ്ട്. കാര്യം വെച്ചാൽ പ്രശാന്ത് വീർ, കാർത്തിക് ശർമ്മയൊക്കെ കളിപ്പിക്കുകയാണെങ്കിൽ അവർ മിഡിൽ ഓവറിൽ കളിക്കേണ്ടി വരും. പിന്നെ ബ്രവീസ് ഉണ്ട്. ബ്രവീസ് ഒരു 10-16 മാച്ച് IPL കളിച്ചിട്ടുണ്ട്. പക്ഷെ 16 മാച്ച് എന്ന് പറയുമ്പോൾ അത്ര ഭയങ്കര പരിചയ സമ്പത്ത് എന്ന് പറയാൻ പറ്റൂല. ഒരു ഇൻഎക്സ്പീരിയൻസ് അവിടെ ഫീൽ ചെയ്യും. ഇവര് ടീമിനെ റീബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. സഞ്ജുവിനെ എടുത്തത് തീർച്ചയായിട്ടും സഞ്ജു ചെന്നൈയുടെ ഭാവി ക്യാപ്റ്റനായിരിക്കും. വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റൻസി മികവുള്ള താരം തന്നെയാണ് സഞ്ജു. പിന്നെ വിക്കറ്റ് കീപ്പ് ചെയ്യുന്ന ആൾക്ക് ഫീൽഡിങ് പൊസിഷനുകൾ ഫുൾ സർക്കിളില് നല്ല സെറ്റ് ചെയ്യാൻ പറ്റും. വിക്കറ്റ് കീപ്പ് ഒരു ചെന്നൈയില് ഒരു ബാറ്റർ മൂവ്മെന്റ് എങ്ങനെ കളിക്കും. വിക്കറ്റ് കീപ്പർ എന്തോല്ലേ, ഉർവിൽ പട്ടേല് ഋതുരാജ് ചെയ്യുമല്ലോ. ഋതുരാജ്. പക്ഷെ കീപ്പിംഗ് മിക്കവാറും ധോണിയുണ്ട്. ഇവരെയൊക്കെ എല്ലായിടത്തും ധോണി എത്ര മാച്ച് കളിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വരും സീസണിൽ നോക്കണം. ധോണി എല്ലാ മാച്ചും കളിക്കില്ല, മെന്ററായി നിൽക്കും എന്നൊക്കെയാണ് പൊതുവെ ഉള്ളൊരു ധാരണ. അപ്പൊ അവരും ടീം മാനേജ്മെന്റിനും അതായിരിക്കും. വെച്ചാൽ ധോണി ഇനി മെന്ററായി നിന്നാൽ മതി, ഇത്രയും കാലം കളിച്ചു. അപ്പം ടീം ഇപ്പം കഴിഞ്ഞ സീസണിലൊന്നും അത്ര മികച്ച പ്രകടനം അല്ലല്ലോ. അല്ല അത് എല്ലാ തവണയും പുള്ളി ഇങ്ങോട്ട് നിലനിന്ന് പോകുന്നു മാത്രമേ ഉള്ളൂ. ഫാൻസിനെ തൃപ്തിപ്പെടുത്തുക, അത് മാത്രമാണ്. ചെന്നൈ ഒരു പരിവർത്തനമാണ് ലക്ഷ്യമിടുന്നത്. അതിന് പറ്റിയ താരങ്ങളെയൊക്കെ അവര് ടീമിലെടുത്ത് അവർ മോശമാക്കിയില്ല. പിന്നെ ഇത്തവണ ചെന്നൈയിൽ ഒരു ഇതുള്ളത് സർഫ്രാസ് ഖാനാണ്. സർഫ്രാസ് ഖാൻ ഒരുപാട് നാളായി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ഈ ലേലത്തിൽ ആദ്യമൊന്നും ആരും ടീമിലെടുത്തിട്ടില്ല. ലേലത്തിൽ വിളിച്ചെടുത്ത 2ാം റൗണ്ടിലാണ് എടുത്തത്. പ്രതീക്ഷയും സർഫ്രാസും 2ാം റൗണ്ടിലാണ്. ആദ്യത്തെ തഴഞ്ഞു, ആരും എടുത്തില്ല. സർഫ്രാസ് ഖാൻ ഇമാതിരി നല്ലൊരു പ്ലെയറാണ്. പക്ഷെ ഇതിന് അവസരം കിട്ടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം ഇത്ര മിഡിൽ ഓർഡറിൽ ചെന്നൈയിൽ ഇത്രയും ബാറ്റേഴ്സ് ബാക്കി വെക്കുക. ഇവിടെ ശിവൻ ദുബെ ആയാലും ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാരെയും ഇത് വെക്കുമ്പോ സർഫ്രാസിന് അവസരം കിട്ടുമെന്നുള്ളതാണ്. സർഫ്രാസിനെ പോലെ ഒരു കളിക്കാരനെ ഉപയോഗിക്കാതെ ചെന്നൈ കരക്കിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസരങ്ങൾ മുതലാക്കി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അതിന്റെ ചെന്നൈയുടെ മിഡിൽ ഓർഡറിൽ സർഫ്രാസ് കാണാൻ സാധ്യതയുണ്ട്. ഇത് പറയാൻ പറ്റൂല. കാരണം ബാബ അപരാജിത്ത് എന്ന് പറഞ്ഞ പ്ലെയറെ ബെഞ്ചിലിരുത്തി മൊത്തം ഒരു സീസൺ മൊത്തം ബെഞ്ചിലിരുത്തിയ ചരിത്രമൊക്കെ ചെന്നൈക്കുണ്ട്. അങ്ങനെ ഒരു പ്ലെയർ ഇപ്പൊ ഇല്ല. പക്ഷേ സർഫ്രാസ് നല്ല ഹിറ്ററാണ്. അത് മുതലാക്കാൻ എപ്പോഴും ചെന്നൈ അത് ഓരോ കളിക്കാരെയും അവരുടെ കഴിവുകൾ തിരിച്ചു കളഞ്ഞ് കൃത്യമായിട്ട് യൂസ് ചെയ്യാനുള്ള ക്രിക്കറ്റ് ബ്രെയിനുകളുള്ള ഒരു ടീമാണ് ചെന്നൈ. അപ്പം തീർച്ചയായിട്ടും സർഫ്രാസിന് അവസരങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം. തിരിച്ചു വരട്ടെ. സർഫ്രാസിനെ പോലെ തന്നെയാണ് പ്രതീക്ഷയ്ക്കും വീണ്ടും ഒരു തിരിച്ചു വരാനുള്ള അവസരമാണ് ലേലം ഒരുക്കിയത്. സർഫ്രാസിനെ പോലെ തന്നെ ടേബിളിൽ ആദ്യം വന്നിട്ട് ആർക്കും വേണ്ട. 2nd റൗണ്ടിലാണ് ഡൽഹി ക്യാപിറ്റൽസ് എടുത്തത്. പണ്ടും ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി പ്രതീക്ഷ കളിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാര് തിരിച്ചു പോക്കാണ്. ഡൽഹിയിൽ കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായിട്ട് നല്ല ഹിറ്ററാണല്ലോ പുള്ളി. നല്ല ഹിറ്റിംഗ് പവറുള്ള. പക്ഷെ പുള്ളി കൂടുതൽ ഫോക്കസ് ചെയ്യണം കളിയിൽ. മറ്റു കാര്യങ്ങൾ വിട്ടിട്ട് കളിയിൽ അച്ചടക്കത്തിന്റെ പ്രശ്നം പുള്ളിക്കുണ്ട്. അച്ചടക്കം പാലിക്കുകയും കളിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ചെയ്താൽ പുള്ളി ശക്തമായിട്ട് തിരിച്ചു വരാൻ സാധ്യതയുള്ള കളിക്കാരൻ തന്നെയാണ്. അതിൽ സംശയമില്ല. പിന്നെ ലേലത്തില് ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഇത് വന്നത് നമ്മുടെ ജമ്മു കാശ്മീർ ബാരമുള്ള എക്സ്പ്രസ് എന്നൊക്കെ വിളിക്കാവുന്ന അക്കിബ് നബിയാണ്. ബാരമുള്ള എക്സ്പ്രസ്, തണ്ടർ ബോൾട്ട്, ബാരമുള്ള സ്റ്റെയിൻ, ഇങ്ങനെ കുറച്ച് ചില പേരുകൾ പുള്ളിക്കുണ്ട്, വിളിപ്പേരുകളുണ്ട്. പക്ഷെ പുള്ളി ദീർഘകാലമായിട്ട് ആഭ്യന്തര ക്രിക്കറ്റില് രഞ്ജിയിലടക്കം നല്ല ഉഗ്രം പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ഇപ്പോഴാണ് പുള്ളിക്ക് അതിനുള്ള ഒരു മൂല്യം കിട്ടിയത്. അക്കീബ് നബി ഡൽഹിയിലാണ് അല്ലേ? ഡൽഹി. അക്കീബ് നബി ഡൽഹിയുടെ ഒരു നല്ലൊരു പർച്ചേസ് ആണ്. 28 വിക്കറ്റ് എന്തോ കിട്ടി പുള്ളിക്ക് ഈ തവണത്തെ രഞ്ജി ട്രോഫി. ഇല്ല, കാലങ്ങളായിട്ട് പുള്ളി ആഭ്യന്തര ക്രിക്കറ്റില് ദുലീപ് ട്രോഫിയിലൊക്കെ ഹാട്രിക് ഒക്കെ എടുത്തിട്ടുണ്ട് പുള്ളി. ആഭ്യന്തര ക്രിക്കറ്റില് നല്ല പ്രകടനമാണ് പുള്ളി കാഴ്ചവെക്കുന്നത്.
പിന്നെ നന്നായിട്ട് സിങ് ചെയ്യാൻ പറ്റും, രണ്ട് വശത്തേക്കും നന്നായിട്ട് സിങ് ചെയ്യും. അപ്പൊ നല്ലൊരു പിക്കാണ്. ഡൽഹിയെ സംബന്ധിച്ച് അത് നല്ലൊരു പർച്ചേസ് ആണ്. നന്നായിട്ട് അറിയാൻ പറ്റിയ പ്ലെയറാണ്. പുള്ളിക്ക് 8.5 കോടിയോളം കൊടുത്തെന്ന് തോന്നുന്നു. അത് നഷ്ടം വരത്തില്ല, പ്രശ്നമില്ല, അത് നല്ലൊരു അതിനുള്ള പ്ലെയർ ഉണ്ട്. പിന്നെ നമുക്ക് ലേലത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ വലിയ തുക കിട്ടുമെന്ന് കരുതിയ ഡേവിഡ് മില്ലറെ പോലെയുള്ള കളിക്കാർക്കൊക്കെ കിട്ടിയില്ല. കിൻഡൻ ഡിക്കോക്കിനൊക്കെ ഒരു ബേസ് പ്രൈസായ 1 കോടിയിലും ഡേവിഡ് മില്ലറൊക്കെ 2 കോടിക്കും ഒക്കെ പോയി. അതുപോലെ തന്നെ ലേലത്തിൽ വിറ്റുപോകാത്ത പ്രധാന താരങ്ങളാണ് ന്യൂസിലാൻഡിലെ ഡോൺ കോൺവേ. കോൺവേ ആർക്കും വേണ്ടതായി, അങ്ങനെ പലരും വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അത് നമുക്കിപ്പം അൺസോൾഡ് പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് നോക്കിയാൽ ജേക്ക് ഫ്രേസർ മഗൂർ എന്നാ ഹിറ്ററെന്ന് അറിയാമോ? അടിച്ച് തകർത്ത് കളയും. കോൺവോയ്, ഗസ് അറ്റ്കിൻസൺ പോട്ടെ, ഇംഗ്ലണ്ടിന്റെ ബൗളർ, പുള്ളി എടുത്തിട്ട്. വിയാൻ മുൾഡറിനെ ആർക്കും ലാറ റെക്കോർഡ് തകർക്കാൻ അവസരം കിട്ടിയിട്ടും ടെസ്റ്റില് തകർക്കാത്ത കക്ഷിയാണ് പുള്ളി. ആ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചപ്പോൾ 250 മേലെ റൺസ് ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു. പേസ് ബോളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിൽ തരക്കേടില്ലാത്ത കക്ഷിയാണ് വിയാൻ മുൾഡർ. പുള്ളിയെ എടുത്തിട്ടില്ല. അഫ്ഗാന്റെ പുള്ളി ഫോമോട്ട ജോണി ബേസ്റ്റോ കാലം കഴിഞ്ഞു, എന്നാലും ഒരു വെടിക്കുള്ള മരുന്ന് ഇപ്പോഴും കയ്യിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ബേസ്റ്റോയെ ആർക്കും വേണ്ട. പിന്നെ ദീപക് ഹൂഡ, ജാമിയ സ്മിത്ത്, ഇതൊക്കെ ഇവരൊന്നും അത്രയും ദീപക് ഹൂഡയൊന്നും ആരും അത്ര സ്വീകരിക്കത്തില്ല. അങ്ങനെ കുറച്ച് നമ്മൾ സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ കരുതിയ താരങ്ങളും ഇതിൽ പോയിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ വിദേശ താരങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിച്ച മൂല്യം കിട്ടിയില്ല. അപ്രതീക്ഷിതമായി ചില താരങ്ങൾ കയറി വരികയും ചെയ്തു. അവസാനമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് കാശുമായിട്ട് മുംബൈ ഇന്ത്യൻസ്, അവർക്ക് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് 2.5 കോടിയോളമേ ബാക്കിയുള്ളൂ പേഴ്സിൽ. അവർ വന്ന് കിൻഡൻ ഡിക്കോക്കിനെ 1 കോടിക്ക് എടുത്തു. പിന്നെ ഒരു 4-5 താരങ്ങളെ കൂടി, ഒരു 4 താരങ്ങൾ കൂടി അവർ ഈ കാശ് മൊത്തം ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് ആണ്. പക്ഷെ ആ ഒരു 5 താരങ്ങളെ ഇത് ഈ കാശ് ഉപയോഗിച്ച് വാങ്ങി. അവരുടെ ടീം ഓൾറെഡി സെറ്റ് ആണല്ലോ. പിന്നെ ഗുജറാത്ത് വന്നിട്ട്, ഗുജറാത്തിനും വലിയ കാശൊന്നുമില്ല. പക്ഷെ ഗുജറാത്ത് ടൈറ്റൻസ് ജാസൺ ഹോൾഡറെ 7 കോടിക്ക് ടീമിലെത്തിച്ച് 2020 പറ്റിയ പ്ലെയറാണ്, ഓൾറൗണ്ടറാണ്. കാലത്ത് വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ ആധിക്യമായിരുന്നല്ലോ. ചെന്നൈ ബ്രാവോയും വെച്ചിട്ട് ഡെയിൻ സ്മിത്തിനെയും പിന്നെ മുംബൈ പൊള്ളാഡിനെയും കേരൻ പൊള്ളാഡിനെയും വെച്ച് എത്ര കളികളാണ് ജയിച്ചു പോയത്. അപ്പൊ വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾക്ക് എന്നും ഒരു മൂല്യമുണ്ട്. പിന്നെ ടോം ബാൻഡിന് 2 കോടിക്ക് ടൈറ്റൻസ് അവരോരോ കാശ് അത്യാവശ്യം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് 2020 പറ്റുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ലക്നോയുടെ കാര്യമാണ്. ലക്നോയില് ഹസരംഗ ഉണ്ട്, ജോസ് ഇംഗ്ലീഷ്, ശ്രീലങ്കയുടെ ഹസരംഗ, ജോസ് ഇംഗ്ലീഷ്, പിന്നെ ആൻഡ്രിച്ച് നോർക്കി ഉണ്ട്. അങ്ങനെ ഓരോ പ്ലേയേഴ്സ് ആണ് അതിൽ LSG-യിലുള്ളത്. പക്ഷെ ഇംഗ്ലീഷ് വ്യക്തിപരമായ കാര്യങ്ങളാല് IPL-നിടയിൽ വിട്ടുപോകുന്ന ഒരു ഇതുണ്ടല്ലോ. അത് നേരത്തെ പറയുകയും ചെയ്തു. 2-4 കളി എന്തോ ആള് കളിക്കുള്ളൂ, ബാക്കി എന്തോ മാരേജിന്റെ ഇതായിട്ട് പോവാന്ന് പറയുകയും ചെയ്തു. പക്ഷെ നഷ്ടമാണ്, ചിലപ്പോ കുറച്ച് മാച്ചൊക്കെ നഷ്ടപ്പെടും. എന്നിട്ടും ഈ ഗോയിങ്ക ഉള്ള ടീം എന്തിനാണ് വിളിച്ചെടുത്തതെന്നുള്ളത്. പക്ഷെ ഇംഗ്ലീഷ് നല്ല ക്ലാസ് പ്ലെയർ ആണ് കേട്ടോ. അതൊക്കെ ശരിയാണ്, റണ്ണും അടിക്കാൻ പറ്റും. പക്ഷെ നല്ല ക്ലാസ് ബാറ്റ് ചെയ്യും. ഓസ്ട്രേലിയൻ കങ്കാരു ഇതാണല്ലോ, നല്ല ബാറ്ററാണ് ഇംഗ്ലീഷ്. നോർക്കെ പിന്നെ IPL നല്ല എക്സ്പീരിയൻസ് ഉള്ള ബോളറാണ് ഹസരംഗ. പക്ഷെ IPL അത്ര ഹസരംഗ അത്ര എഫക്റ്റീവ് ആയിട്ടില്ല. പ്ലേസിന്റെ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര മികച്ച പ്ലേസ് ഒന്നും IPL കാര്യമായിട്ട് ശോഭിച്ചിട്ടില്ലെന്ന് പറയേണ്ടി വരും. അതാണ് IPL ഹസരംഗ ലങ്കയ്ക്ക് വേണ്ടി അത്രയും കളിച്ചതിന്റെ ഇത് IPL കണ്ടിട്ടില്ല, കളിച്ചിട്ടില്ല. നീലേലത്തിന്റെ ഒരു മൊത്തത്തിലൊരു സംഗ്രഹം. പക്ഷെ അതിലെ ഏറ്റവും വലിയ ഏറ്റവും നേട്ടം ഉണ്ടാക്കിയത്, ഏറ്റവും കാശുള്ള കൊൽക്കത്ത തന്നെയാണ്. പിന്നെ ഇത് എത്ര എഫക്റ്റീവ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ഗ്രീനിനെ പോലെ തന്നെ 2015 യുവരാജിന് കാശ് കൊടുത്ത് വാങ്ങിയ ടീമിന് 16 കോടി കൊടുത്ത് വാങ്ങിയ ടീമിന് നഷ്ടമായിരുന്നു. അതിനുശേഷം ഈ IPL ലേലത്തിൽ വലിയ മൂല്യം കിട്ടിയ സാം കറനും ക്രിസ് മോറിസും ബെൻ സ്റ്റോക്സ് ഇങ്ങനെ പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വൻ കാശിറങ്ങി എന്ന് പറഞ്ഞ് ആ രീതി വിജയിക്കണമെന്നില്ല. രീതി വിജയിക്കണമെങ്കിൽ ആ കളിക്കാരൻ അതിനുള്ള ഗുണം ടീമിന് കൊടുക്കണം.